விழுந்த இல அந்த தோட போவது போல் நெஞ்சு உன்னோடுதான் பின்னோடுதே அட காலம் மறந்து காட்டு மருமம் போக்கிறதே குறுக்கு சிரித்தவளே என்ன குங்குமத்தில் கரைச்சவளே നെഞ്ചിൽ മഞ്ച തെച്ച് കളിക്കൽ എന്നെ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെനിക്കുണ്ടോ? ആ അപ്പോൾ ഞങ്ങൾ അർദ്ധരാത്രി 10:30 സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്യാൻ പോവാണ്. ബിക്കോസ് നാളെ ഞങ്ങൾക്കൊരു വെഡിങ് അല്ല, ബാബേട്ടൻ്റെ മോളുടെ ശീതളിൻ്റെ മനസ്സമ്മതമാണ്. സോ രാവിലെ ഒന്നും ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. സോ രാത്രി ഞാൻ ഓൾറെഡി തലയിൽ എണ്ണ തേച്ച് നിൽക്കുകയാണ്. ഡോൺചേട്ടന് പെണ്ണ് ഡോൺചേട്ടൻ പറഞ്ഞു ഡോൺചേട്ടന് എണ്ണ ഇടണം, കാരണം ചൂടായിട്ട് നല്ല കുരുക്കളാണ്, തല നിറച്ച് അറ്റൻഷന് നിൽക്കില്ലേ, ഫ്രീ ആയിട്ട് നിൽക്കും. ഇന്ന് ഡോൺചേട്ടൻ്റെയും ചാപ്പൂൻ്റെ അല്ലല്ലോ പാച്ചുവിൻ്റെയും കൂടെയുള്ള ഡയലോഗ് കേട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞവരോട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഡോൺചേട്ടൻ അയച്ചിട്ടുണ്ട്. ജി കൃഷ്ണയാണോ ആരത് ഓർത്ത് പറ, പേര് നോക്കണം, പേര് നോട്ട് ചെയ്ത് നോക്കണം, ആവശ്യം വരും. അപ്പോൾ വലിയ കത്തികളൊന്നും വെക്കുന്നില്ല, കാരണം ഇവിടെ 2 പേരും കിടന്ന് ഉറങ്ങുകയാണ്. ഞാനൊരു 9 മണിയായപ്പം അവരെ കയറ്റി കിടത്തി ഉറക്കി. ഡോൺചേട്ടൻ അതൊക്കെ കഴിഞ്ഞ് വളരെ സമാധാനമായിട്ടാണ് ഇന്ന് വന്നത്. പക്ഷെ ഇത്രയും ദിവസം ഭയങ്കര ഗുഡ് ബോയ് ആയിരുന്നു. 6:30 ആകുമ്പോൾ വീട്ടിൽ വരുമായിരുന്നു. ഡെയിലി കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനി ഇരുന്നിട്ടാണ് എണ്ണയിടാൻ പോകണം. കുറേ പേര് തൻ്റെ ഓയിലിനെ കുറിച്ച് ഓയിൽ വീഡിയോ കണ്ടിട്ട് ചോദിച്ചു, തൻ്റെ നവരത്നത്തിനെ കുറിച്ച് താൻ പറഞ്ഞു കൊടുക്കും. അതല്ല, ടെൻഷൻ പോകും. മമ്മി പറഞ്ഞു പിന്നെ അത് നമ്മുടെ കയ്യിൽ പോലെ ഇരിക്കുക. ഡോൺ ചേട്ടനാണ് ആദ്യമായിട്ട് ഇത് തേക്കുന്നത് ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ താൻ തേച്ച് ഞാൻ ഇത് കണ്ടിട്ടുള്ളൂ. വേറെ ഒരു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുരുഷന്മാരൊന്നും തേച്ച് ഞാൻ കണ്ടിട്ടില്ല. ചിരിക്ക് ചാട്, തന്നെ നിർബന്ധിച്ച് ഞാൻ നിർത്തിയേക്കാന്ന് ആദ്യം തോന്നുന്നു. ഇത് ഡോൺ ചേട്ടൻ സമ്മതിച്ചിട്ട് സ്വമേധയെ ചെയ്യുന്ന വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇരുന്നിട്ട് ലാത്തി വെക്കാം. അപ്പോൾ നമ്മളെ എണ്ണ ഇടാൻ പോവാണ്. റെഡി ആക്കി തോമുൻ്റെ കസേര ഇവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. തോമുൻ്റെ കസേരയാണെന്നേ ഉള്ളൂ, പക്ഷെ ഞങ്ങളാണ് കൂടുതൽ ഇരിക്കുക. തോമുൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കാണോ സോനു ചേട്ടൻ തന്നത്? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ഫസ്റ്റ് ബർത്ത്ഡേക്ക് സൂട്ടും കൂട്ടും തന്നത്. അത് പാച്ചുവിന്റെ മാമൂസിക്കിട്ട് നമ്മള്. അപ്പൊ സെക്കൻഡ് ബർത്ത്ഡേക്ക് തന്ന കസേരയാണ്, നല്ല സ്ട്രോങ് ആണ്. ഞാൻ ഇരുന്നിട്ട് പോലും ഒടിഞ്ഞില്ല. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കസേരയാണ് അവിടെ വന്നത്. ഇരിക്കാൻ അമ്മയ്ക്ക് ഭയങ്കര ധൈര്യമെന്ന് പറയും. ഡോൺ ചേട്ടൻ ഞാനിന്ന് മൈക്കൊക്കെ കൊടുത്താണ് ഇരുത്തിയേക്കുന്നത്. ചാക്കോച്ചിന് ചെറിയ ചുമ തുടങ്ങിയിട്ടുണ്ട്, എന്തിനാന്നറിയില്ല. പക്ഷെ ഞാൻ മരുന്നൊക്കെ കൊടുത്തു തുടങ്ങി ചേട്ടന്. തോമ തന്നെ കുറെ അന്വേഷിച്ചിട്ടാണ് പറഞ്ഞത്. വണ്ടി എടുക്കാനാണോ പോയത്, വോൾസ് ബാഗിനാണോ പോയത്? അന്നാതാ എനിക്കിത് കഴിഞ്ഞിട്ട് മറ്റേ സ്റ്റുഡിയോന്ന് വാങ്ങിച്ച മാസ്ക് ഇടാം. താനൊന്നും കുളിച്ചതല്ലേ, അപ്പൊ നമുക്ക് അല്ല ഫേസ് കഴിയുന്നല്ലേ ഷീറ്റ് ഇടുമ്പോ. എന്റെ തലയിൽ താരം കണ്ടിട്ടോ മറ്റേ പോണത്. തോമൊന്ന് 7 മണി തൊട്ട് പറയുന്ന അമ്മ ഉറങ്ങാം, ഭക്ഷണം പിന്നെ കഴിച്ചു. മമ്മിയോട് കുറെ ജ്യൂസ് ചോദിച്ചു. അപ്പോൾ മമ്മി പറഞ്ഞു നമ്മള് അവിടെ പോയ ദിവസം അവര് ജ്യൂസ് കുടിച്ച് അവസാനിപ്പിച്ചു. അതുകൊണ്ട് സമാധാനമായി. മമ്മി പറഞ്ഞപ്പോൾ വിശ്വാസമായി. അതുവരെ അവൻ എന്നെ വിശ്വാസമില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഫങ്ഷൻസിന് ഡേയ്സാണ് ഫുള്ള്. നാളെ തൊട്ട് തുടങ്ങുകയാണ്. ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. അമ്മുവിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്കായിരുന്നു. നാളെ തൊട്ട് ഷീതുവിൻ്റെ മനസ്സമ്മതം, പിന്നെ നമ്മുടെ തോമുൻ്റെ ബർത്ത്ഡേ, എവിടെ ജിജോ ചാട്ടിൻ്റെ അവിടെ പെരുന്നാള്, മമ്മിയുടെ ബർത്ത്ഡേ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പോൾസന്റെ അക്കിയുടെ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്. തിങ്കളാഴ്ചയല്ലേ അത്? 20 അല്ലേ? അതെ 20 ആണ്. മമ്മിയോട് അങ്ങനെ ഞങ്ങൾ തോമുന്റെ ബർത്ത്ഡേയുടെ തലേന്നാണ്. ഫുൾ ഓഫ് ഫങ്ഷൻസ്.
ഇവളുടെ കല്യാണം ഉണ്ടാവും, ശീതളിന്റെ കല്യാണം ഉണ്ട് 26, 27 ഉണ്ട്. ആ ചുമക്കുന്നത് ചാക്കോയാണ്. സീവറിലേക്ക് പോണതിന് മുമ്പ് ഞാൻ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു. നെബുലൈസേഷൻ ഡോക്ടർ മറ്റേ റഹ്മാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അധികം ഇവിടെ വരാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട, മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് മരുന്നുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ചാക്കോച്ചൻ പതിവില്ലാതെ ഒരു വേർഡ് പറഞ്ഞ ഒരു ഫുൾ സെന്റൻസ്, ചായ വേണം. ചൂടെടുക്കാൻ ഒരു കൊതു നടക്കുന്നുണ്ട്. ചാക്കോച്ചൻ കരഞ്ഞു തുടങ്ങി. ചാക്കോച്ചൻ ഉറങ്ങുമ്പോൾ ഒരു മുട്ടുസൂചി വീണാൽ പോലും അറിയും. അതുകൊണ്ട് ഞങ്ങൾക്ക് മിണ്ടാൻ പാടില്ല. പാട്ട് ഓൺലി പാട്ട്. അലക്സയ്ക്ക് മാത്രമേ മിണ്ടാനുള്ളൊരു റൈറ്റ്സ് ചാക്കോച്ചൻ കൊടുത്തിട്ടുള്ളൂ. ഇത്രയും നാളെ ബുദ്ധിയൊക്കെ പറയുന്നില്ലല്ലോ താൻ. ഒരു രക്ഷയില്ല, നമുക്കൊരു സാധനം സംസാരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കണ വരെ ഒരു 10 പ്രാവശ്യം കരയും. അത് കരഞ്ഞാലുള്ള കോമഡി രാത്രി ലോഞ്ചിൻ്റെ അടുത്ത് മാത്രമേ പോകുള്ളൂ. പ്രൗഡ് ഓഫ് യു. സന്തോഷമായിരുന്നു എനിക്ക്. ഞങ്ങൾ ഇന്ന് സ്റ്റുഡിയോയിൽ പോയപ്പം ഷീറ്റ് മാസ്ക് വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട്. കുറേ നാളായി ഞാൻ ഷീറ്റ് മാസ്ക് ഇട്ടിട്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നിനും സമയമില്ല. അല്ലല്ലോ, കുട്ടി പട്ടി ഇതെന്നെ ജോലി. ലോഞ്ചേട്ടന് സമയം ഇഷ്ടംപോലെ ഉണ്ടോ? ഉണ്ടോ? ലോഞ്ചേട്ടനുണ്ടേ ഇല്ലെന്നോ. നാളെ ലോഞ്ചേട്ടൻ അക്കലൂടെ വരാം. ഞങ്ങൾ ഡാഡിയുടെ കൂടെ. എടോ ഇപ്പം വന്ന എന്നോട് പറഞ്ഞല്ലോ, തക്കുടുമല്ല തോമു എന്ന് പറഞ്ഞിട്ടേ ഡാഡി I-20 ഡ്രൈവ് ചെയ്യില്ല, ഡാഡിക്ക് വയ്യ. അവിടെ ഡോണാണ് കല്യാണത്തിന് കൊണ്ടുപോകുന്നത്. ഡാഡി ഓർത്തില്ല നാളെ ശനിയാഴ്ച എന്നുള്ള കാര്യം. ഡാഡി ഇവരെ സ്കൂളിൽ നിന്ന് എങ്ങനെ വിളിച്ചുകൊണ്ട് വരും എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നത്. ഡാഡിക്ക് നാളെ പണിയായി. പക്ഷെ തക്കുടു വന്നിട്ടുണ്ടെന്ന് അക്കി പറഞ്ഞു. സോ തക്കുടു ചാക്കോച്ചൻ കസ്റ്റഡിയിലായിരിക്കും. താക്കുടൂന് ബേബീസിന് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്ഷമയാണ്. ഉറക്കും എത്ര നേരം പിന്നെ ഉറങ്ങുന്നറിയോ. അക്കിയുടെ വീട്ടിലും മിണ്ടാണ്ട് നടക്കും. അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റാണ്. എന്താ ചെയ്യുക. ഇപ്പൊ ചാക്കോച്ചൻ ഭയങ്കരമായിട്ട് വർത്താനം പറയാൻ ട്രൈ ചെയ്യുന്നു. ഇന്ന് ഈ പറഞ്ഞ പോലെ ചായ വേണം. മമ്മിയോട് കുറെ ചോദിച്ചു. അപ്പൊ പിന്നെ മമ്മി പറഞ്ഞു ഒരു ഗ്ലാസ് ചായ കൊടുക്കുന്നു. അവന് നമ്മൾ അങ്ങനത്തെ അതർ സാധനം കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഇതിപ്പം ആദ്യമായിട്ട് കുടിച്ച് നോക്കിയിട്ടുണ്ട്. സാധാരണ പൊടി എന്നും മുട്ടയായിട്ട് വന്നിട്ട് എന്നിട്ടും പൊടിയാലും പൊടി. ചാക്കോച്ചനും ഉണ്ട്. ചാക്കോച്ചന് ഫേസ് ഫുൾ പോയി കുഞ്ഞു. എനിക്ക് നെയിൽ പോളിഷ് ഇടണം, കുളിക്കണം. മോറോവർ ചീഞ്ഞിട്ടായിരിക്കണം മനുഷ്യൻ. ഇവർക്കൊക്കെ എണ്ണ ഇടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷെ ഇഷ്ടമില്ലാഞ്ഞിട്ടില്ല, വയ്യാണ്ടാവും. ഇനി പിറ്റത്തിന് നാളെ രാവിലെ ഞാൻ ഹാങ് ഓവർ, ഒന്നെങ്കിൽ സൗണ്ട് പോവും അല്ലെങ്കിൽ കോൾഡ് വരും. ഇതിലേതേലും ഒന്ന് നാളെ എനിക്ക് സംഭവിക്കും. ഞായറാഴ്ച നമ്മൾ അവിടെ പോയി. എവിടെ പോയി? കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ എവിടെയും പോയില്ലല്ലോ. ആ അങ്ങനെ പറ. ഞാൻ എവിടെയും പോയിട്ടില്ല കഴിഞ്ഞ ഞായറാഴ്ച. അതെ, ഇവര് അമ്മയും മോനെ ചില്ല് ചെയ്യാൻ പോയാ പറയാനുള്ളതാണ്. മോനെ അവരെ സംഭവം ചൂടെടുത്തിട്ടാ. അവനതില്ലെങ്കിൽ ഓർമ്മയില്ല, ഞാൻ എന്ത് ചെയ്യാനാ. അവന് ചേട്ടന് ഇതിന് ബ്ലാങ്കറ്റ് ഇല്ലെങ്കിൽ എന്തോ ബുദ്ധിമുട്ടാണ്. പാലുകുപ്പി കിട്ടുക, അതിൻ്റെ ഒരു തുമ്പ് പോയി എടുക്കുക. ഡോൺ ചേട്ടൻ അങ്ങനെയാണോ? ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇത്രയും ഭംഗിയില്ല ഞങ്ങൾ രണ്ടുപേർക്കും. തോമ വിയർത്ത് ഒഴുകുമായിരിക്കും അകത്ത്. പക്ഷെ പുറത്ത് ബ്ലാങ്കറ്റ് ഇല്ലെങ്കിൽ അതുകൊണ്ട് വീട്ടിലമ്മ തോമനായിട്ടൊരു ബ്ലാങ്കറ്റ് വാങ്ങിച്ചു വെച്ചിരിക്കുക.
പക്ഷെ നല്ലൊരു ബ്ലാങ്കറ്റ്, അത് അവിടെ നിന്ന് ഒരു ദിവസം അടിച്ചോട്ട് പറഞ്ഞു. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ. ഇന്ന് തന്നെ ശരിക്കും നേരെ ചൊവ്വ കണ്ടിട്ടില്ല. രാവിലെ എണീറ്റ് ഇതാൻ പോയില്ലേ, നമ്മൾ രണ്ടുപേരും പോയി. ഇന്ന് രണ്ടുപേരും കട്ടിലയിൽ അങ്ങോട്ടും ഇടുക ഇങ്ങോട്ടും ഇടുക ഇങ്ങോട്ടും ഇടുക അങ്ങോട്ടും ഇടുക. എന്തിനാ കരഞ്ഞത്? തോമോന് കുർക്കുറെ വേണോ, ഫോണിൽ കുർക്കുറെ തിന്നുന്ന കണ്ടോ, എനിക്കൊന്ന് ഓർഡർ ആക്കി തരുമോ, എനിക്കൊന്ന് ഓർഡർ ആക്കി തരുമോ. ചാക്കോച്ചനാവാൻ കരയുന്നതാണ് കേട്ടോ. പിന്നെ ചാക്കോച്ചൻ ഒന്ന് ഡൈവ് ചെയ്ത് കട്ടിലേന്ന്. അത് കഴിഞ്ഞിട്ട് തോമും ചാക്കോച്ചനും കൂടെ ആറ്റത്തൊന്നും വീണു. ചാക്കോച്ചൻ ജസ്റ്റ് മിസ്സാ കണ്ണാടി തുമ്പിരുന്ന്. തോമു തെന്നി വീണു, അപ്പോൾ അവനും തെന്നി വീണു. എങ്ങനെയാണോ എല്ലാവരും ഒരുമിച്ച് വീണു. മതിയോ? നീ ഷീറ്റ് മാസ്ക് ഇട്ട് കോക്കുവായാലോ? ചിരിക്കി. മുടി വെട്ടിട്ട് വന്ന ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ആണ്. നോക്കിക്ക്, താടിയൊക്കെ ഷേവ് ചെയ്തിട്ട് വരുമ്പോൾ, താടി കളയാനല്ല ഉദ്ദേശിച്ചത്, ഷേപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. തക്കം കിട്ടിയാൽ നമ്മൾ എത്ര ദിവസം ആദ്യമായിട്ട് മിണ്ടാണ്ടിരുന്നത്? പറ പറ, എന്തിനാന്ന് പറ, എപ്പോഴാന്ന് പറ. ഞാൻ വീട്ടിൽ പ്രസവിക്കാൻ പോയ സമയത്ത് എനിക്ക് ഡോൺചേട്ടനെ ഈ ഒരു ലുക്കിൽ കണ്ട് എനിക്കിതില്ലാതെ കാണുമ്പോൾ എന്തോ ഒരു ഭയങ്കര വൃത്തിയായിട്ട് ലുക്ക്, എനിക്ക് ഇഷ്ടമില്ല. ഈ മനുഷ്യൻ ഞാൻ പ്രസവിക്കാൻ പോയ ഗ്യാപ്പിൽ ഒരു ദിവസം ഞായറാഴ്ച ഫോൺ വിളിച്ചപ്പം മുഖത്തൊന്നുമില്ല. അല്ലല്ല, അത് താൻ കടയിൽ പോയി ചെയ്തത്. അയ്യ, ട്രിമ്മർ കൊണ്ട് ഇവിടെ ചെയ്യുന്ന പണി പഠിക്കുമ്പോൾ പോകും നമുക്ക് സ്വാഭാവികമായിട്ട്. ഞാൻ വന്നിട്ട് 2 പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഞങ്ങളുടെ ഈ ഒരു ദാമ്പത്യ ജീവിതത്തിൽ, ഇപ്പം ഈ 5 വർഷമാകാൻ പോവാ, ദാമ്പത്യ ജീവിതത്തിൽ എനിക്കൊന്ന് 10 ദിവസം മിണ്ടാണ്ടിരുന്നേ. വിളിച്ചാൽ ഞാൻ മിണ്ടില്ല, ഫോൺ നോക്കില്ല. പിള്ളേരെ കാണുമ്പോഴേക്കും പോവും. പക്ഷെ ഡോൺചാറിന് ടെൻഷനായി, സങ്കടമായി അല്ലേ ഡോണു? കാരണം ഞാൻ എങ്ങനെ മിണ്ടാതെ ഇരുന്നിട്ടില്ല. ഇന്നാലെ എന്തൊക്കെ ഉണ്ടായിട്ട് മിണ്ടാണ്ടിരുന്നിട്ടില്ല. പക്ഷെ വിഷമായോ? അന്ന് വിഷമായോ? കണ്ണു എന്താ തോന്നിയേ? എനിക്ക് കയ്യിൽ കിട്ടിയിരുന്ന ഞാൻ കൊന്നേ. ഒരു സൺഡേ മിണ്ടാണ്ട് ഞാൻ അറിയാണ്ട് എൻ്റെ വീട്ടിൽ വന്നത് ആദ്യമായിട്ടായിരിക്കും. രാവിലെ 9 മണിയായപ്പോൾ വാതിൽക്ക് വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ വരുമ്പോൾ കുട്ടീനെ കാണാൻ വരും. അവസാനം അമ്മയുടെ 2 ചീത്ത കേട്ടപ്പോൾ അവൻ ഇത്രയും ദൂരത്തുനിന്ന് വന്നിരിക്കുന്നു അല്ലേ ഡോണു? ഓർക്കണോ? അന്ന് പക്ഷെ ഞാൻ മിണ്ടിയോ? അത്രേ ഉള്ളൂ. അമ്മയുടെ ചീത്ത വിളി പേടിച്ച് മിണ്ടി. കാരണം അമ്മ ഭയങ്കരമായിട്ട് ഡോൺ സപ്പോർട്ടറാണ്. അത് മാത്രം എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് ഇഷ്ടമില്ല അല്ലേ ഡോണു? എന്നിട്ട് ആര്? അങ്ങനെ പറ. എവിടെ കിട്ടുന്ന എനിക്ക് ഇതുപോലത്തെ ഒരു അമ്മായിനെ? എനിക്ക് ഇതുപോലൊരു അമ്മനെ എനിക്ക് കിട്ടാനില്ല. ഫുൾ ടൈം മരുമോനെ സപ്പോർട്ട് ചെയ്യും. ഞാൻ മിക്കവാറും നാളെ വരേണ്ടി വരില്ല കണ്ടിടത്തോളം. ഓ അപ്പോൾ ഇതാട്ടോ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച കോഫി ക്ലാരിഫൈ ഷീറ്റ് മാസ്ക്. ആദ്യ പരീക്ഷണം തന്നിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ എൻ്റെ മോട്ടിൽ പോകുന്നത്. എനിക്ക് എന്ത് പോകാമല്ലോ. 15 മിനിറ്റ് ഇട്ടാൽ മതി. നല്ലൊരു തണുപ്പ് തോന്നി. പേടിയുണ്ടോ? എൻ്റെ കൂടെ ജീവിക്കുന്നു, പിന്നെ എന്തിനാണ് എനിക്ക് പേടി? ഇതിങ്ങനെ നേരെ വെച്ച് നമുക്ക് ബാക്കി ദേഹത്തിടാം. തന്നെ തോന്നുമ്പോൾ കാണും. അടിപൊളി. തണുപ്പില്ലേ? ചെറുതാ, എൻ്റെ കണ്ണ് വലുതാ. ഓ
രാരോ രാരീരോ വാവോ സെറ്റ് കോക്കൂടോ എൻ്റെ തോന്നുമ്പോൾ കാണുന്നത് വേദന നല്ല സുഖം ഒരിക്കോ കുറച്ച് നോക്കിയെടുക്കാം ഞാൻ കൈ കഴുകിയിട്ട് വരാം ഓക്കെ. അപ്പോൾ ഡോൺ ചേട്ടൻ ഷീറ്റ് മാസ്ക് ഇട്ടിട്ട് 15 മിനിറ്റ് കേട്ടോ. ഡോൺ ചേട്ടൻ നമുക്ക് പതുക്കെ റിമൂവ് ചെയ്യാം. അപ്പം ഇതിനകത്ത് ഇനി ബാക്കിയുള്ളത് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് കൂട്ടിയെടുക്കാം. കൂട്ടിയിട്ട് മാറ്റാൻ പറയാം. ഇത് നമ്മൾ വീട്ടിലെടുത്തിട്ട് അങ്ങനെ പോകല്ലേ അപ്പൊക്കെ തോന്നുന്നില്ലേ? അല്ലെങ്കിൽ ഇരിക്കുന്ന സൗന്ദര്യം തൻ്റെ ഞാൻ പിടിച്ചു നിൽക്കുന്നത് ധരിക്കുന്നതിനുള്ള പ്രശ്നമുള്ളൂ. ഓക്കെ ബിനിനെ വിടും, ഞാൻ അലക്കി തന്നു. അല്ലെങ്കിൽ ആ ബിന്നിന് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നല്ല എണ്ണയും എല്ലാം ഉണ്ട്. അതിലൊരു വെട്ടം വന്നു നോക്കും. കൊള്ളാം. ഹെൽപ്പ് റെഡ്യൂസ് സ്മൂത്ത് സ്കിന്നിന് നാച്ചുറൽ ഗ്ലോ. വെറുതെ ഉള്ള ഗ്ലോ എന്നത് ചിലപ്പോൾ ഞാൻ തേച്ചതിൻ്റെ ആയിരിക്കും അല്ലേ. അംഗീകരിക്കരുത്. നോക്ക് തന്നെ എണ്ണ എൻ്റെ ഇനി എന്തിട്ട് വേണ്ടേ? ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ അവിടെ ഇരുന്നോട്ട് കുറച്ചാൽ പിന്നെ മുഖത്ത് തണുപ്പുണ്ട്. അതിന് പക്ഷേ മുഖത്തൊരു കരള് ഇനിയിപ്പോൾ സ്ക്രബ് ചെയ്താൽ ഗ്ലോ പോയാലോ? താൻ കുടിച്ചപ്പോൾ സ്ക്രബ് ചെയ്തില്ലേ? ബെസ്റ്റ്. ഞാൻ സ്ക്രബ് ചെയ്തിട്ട് അങ്ങോട്ട് നിന്നത്. അങ്ങനെയുണ്ട് സ്ക്രബിങ്. ഞങ്ങൾ ഫുൾ പാക്കേജാണ്. സ്കിൻ കെയർ സൺഡേ ആണ്. സൺഡേ ഉച്ചയ്ക്കാണ് ഞങ്ങളുടെ പരിപാടികളെല്ലാവരും. സ്കിൻ കെയർ ഉണ്ട്, ഹെയർ കെയർ ഉണ്ട്, എല്ലാം ഉണ്ട് സൺഡേ. ചിരിക്ക് വലിച്ച ഇങ്ങനെയല്ല. പല്ല് കാണിച്ച് ചിരിക്കണ്ട. ഇല്ല ചിരിക്കണ്ട. ഇങ്ങനെയല്ല ചെറുപ്പം ഇങ്ങനെ ഓടുന്നു. ഇനിയിപ്പോ ഞങ്ങളുടെ ഒരു സാധനം ഉണ്ട് കേട്ടോ, കാണിക്കാം. വീഡിയോ പട്ടിയൊന്നും ചെയ്യണ്ട, ഞാൻ എടുത്തിട്ട് വരാം. എവിടെ ഉണ്ട് വെച്ചാൽ പക്ഷെ തന്റെ കാലിനി മുകളിൽ കൊണ്ടുവരേണ്ടി വരുമോ? ഇതന്നെ ഈ സാധനം ഞാൻ എനിക്ക് വാങ്ങിച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഡൗൺ ചാർട്ട് ഇത് തീരെ ഉപയോഗിക്കും. ഞാൻ ഇന്ന് എൻ്റെ കാല് ഫുൾ വരച്ചു. നോക്കിക്കേ, നോക്ക് കുറച്ചുകൂടെ ആവാനുണ്ട്. എന്നാൽ അവിടെ നിന്ന് വരച്ചോ കുറച്ചിരുന്നിട്ട് സമയം പോട്ടെ. അടിപൊളി സാധനം. സ്കിൻ ഫുൾ പോകുന്നു. കുറച്ച് നേരത്തെ ഡോൺ ചേട്ടൻ ട്രൗസർ ഇട്ടിരിക്കുക. അതിൻ്റെ സമ്മലാണ്. ഇല്ല, ഡോൺ ചേട്ടൻ്റെ എയറിൽ നിൽക്കുകയാണ് ഡോൺ ചേട്ടൻ. താത്ത് വെക്കണോ? കുട്ടിക്കാട്ടി സാധനമാണ്. ഞാൻ ആമസോണിൽ വാങ്ങിച്ചാൽ തോന്നുന്നത് കല്യാണത്തിന് ശേഷം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചാക്കോച്ചൻ്റെ ഡെലിവറിക്ക് ശേഷമാണ് എൻ്റെ കാല് ഭയങ്കരമായിട്ട് വിണ്ടു കയറാൻ തുടങ്ങി. വൃത്തികേടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ വല്ലവരുടെയും കാലൊക്കെ പറഞ്ഞ കുറ്റം പറഞ്ഞ സമയമുണ്ട് എനിക്ക്. എൻ്റെ അമ്മയുടെ കാലം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വന്തമായിട്ട് വന്നപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഡൗൺ ചേട്ടൻ അതിൻ്റെ ആളാവും. സാധാരണ ഞാനതൊക്കെ ചെയ്ത് കൊടുക്കാറ് അല്ലല്ലോ. ഞാൻ ഒരു പട്ടിനെ പോലെ പണിയെടുക്കും ഡോൺ ചേട്ടൻ അല്ലേ. എനിക്ക് അംഗീകരിക്കും. മൂന്നത്തിനൊരു സ്ട്രോങ്നെസ് ഇല്ല. ഇതൊക്കെ പറഞ്ഞ് പറയിപ്പിക്കുന്ന ആൾക്കാരില്ലേ.
ഞാനൊരു സലൂൺ ഇട്ടാലോ എന്നൊരാളും ഫോർ ഡോൺ ചേട്ടൻ. ഒരുപാട് സമയം ചെയ്യുമ്പോൾ നല്ല വെട്ടായി. ഭയങ്കര ക്രാക്കായി. എനിക്കുണ്ട്, ഡിമ്പിളിലുണ്ട്, രാഘവനുണ്ട്, മമ്മിക്കുമുണ്ട്. ഡാഡിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഡാഡിക്കോ? എനിക്കും ഡിമ്പിളിനും സിവിയർ ആയിട്ടാണ് വന്നത്. ഡിമ്പിളിന് ഈ ഇടയ്ക്ക് പോയി പെഡിക്യൂർ ചെയ്തു. എനിക്ക് പക്ഷെ അതിനുള്ള സമയം കിട്ടില്ല. ഞാൻ തിരിച്ചടിച്ചിരുന്നു. 3 ഹെഡ് വരുന്നുണ്ട്. ഇതാണ് കുറച്ച് ഹാർഡായിട്ടുള്ള, മറ്റത് ഭയങ്കര സോഫ്റ്റാണ്, ഉടഞ്ഞു പോണില്ല. ഞങ്ങളുടെ മലയിലെ പോണെങ്കിൽ ഇരിക്കുക തന്നെ വേണം. ഞങ്ങളുടെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ഇവിടെ കഴിഞ്ഞല്ലേ ചക്കോ? ചക്കോക്ക് വയ്യ. ആ, വാവുവാണോ? വാവുവാണോ? ചുമയുണ്ടോ? ഇല്ലേ? ഇല്ല. അപ്പൊ പിന്നെ ഇത്ര നേരം ചുമച്ചത് ആരാണാവോ? ചുമയുണ്ടോ? ഷോക്ക് വർത്താനം പറഞ്ഞത്. ആ, ഉറങ്ങിക്കോട്ടോ. അപ്പോൾ ഡോൺ ചേട്ടൻ വേഗം കുളിച്ചിട്ട് വന്ന് ചാക്കോച്ചന് കാവലിരിക്കാൻ പോവാണ് അല്ലേ? ഇനി നെബുലൈസ് ചെയ്തിട്ട് ഉറങ്ങുമോ ചാക്കോച്ചൻ? ഗുഡ് നൈറ്റ് പറയുമോ? ടാറ്റ പറയുമോ? ടാറ്റ എങ്ങനെ പറയാ? ടാറ്റ പറ. ടാറ്റ, ബൈ 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 പറ. കൈ ഇവിടെ വർക്കിംഗ് ആണ്. ടാറ്റ. ചാക്കോ എന്തുമ്മാ വയ്യേ? ചാക്കോച്ചന് വയ്യാണ്ടാവുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വർത്താനം പറയുക, മിണ്ടാണ്ടിരിക്കുക അല്ലേ ചാക്കോ? വാവുണ്ടോ? ഗുഡ് നൈറ്റ്. ഓ എന്താ പൊന്നേ, ഉയർത്തെഴുന്നേറ്റു. ഗുഡ് നൈറ്റ് ഷിയോ. ഇവിടെ ഇവിടെ ഇവിടെ. ടാറ്റ ടാറ്റ. ഗുഡ് നൈറ്റ് ഉമ്മ. ഉറക്കം വന്നിട്ട് വയ്യ. രാത്രി 12:30ക്കാണ് ഞങ്ങൾ. 12:30 12 മണി ആവാൻ പോണു. നിന്റെ തലയ്ക്ക് നെബുലൈസേഷൻ ചെയ്യണ്ട. ബൈ പറ. ബൈ. ഗുഡ് നൈറ്റ് എവരിബഡി. സീ യു ടുമാറോ. നാളെ ഇങ്ങനെയാണെങ്കിൽ ചാക്കോയും അമ്മയും വീട്ടിലിരിക്കും. ഓക്കെ? നാളിങ്ങനെ പോയി അസുഖം കൂട്ടാൻ പറ്റില്ല അല്ലേ ചാക്കോ? അല്ലേ? കാക്കേ 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 കൂടിവിടെ. ആവി പോണ്ട. ടാറ്റ പറയോ? ടാറ്റ, ബൈ ബൈ, ഷിയു. ബൈ പറയൂ. അതിനകത്ത് കൈയിടണ്ട. അമ്മ കുളിച്ചിട്ട് വരട്ടെ. ടാറ്റ. ബൈ.